അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും സുഖമെന്ന് കരുതുന്നു. അൽഹംദുലില്ലാ. ഇന്ന് ഞാൻ നല്ല സന്തോഷത്തോടു കൂടി നിങ്ങൾക്ക് നല്ലൊരു കാര്യം പറഞ്ഞു തരാം. നിങ്ങളുടെ ജീവിതത്തിൽ നടക്കൂല എന്ന് കരുതിയ ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് നിറവേറാൻ വേണ്ടി ഇതാ നമുക്ക് നല്ലൊരു അവസരം വരുന്നുണ്ട്. മുഹറം മാസം, മുഹറം 1. നിങ്ങൾ ഈ ഒരു ദിവസം പാഴാക്കരുത്. ഈ ഒരു കാര്യം നിങ്ങൾ മറക്കരുത്. മറക്കാതെ ചെയ്യാൻ വേണ്ടിയാണ് പറഞ്ഞു തരുന്നത്. അത്രക്ക് ഫലമുള്ള ഒന്നാണ്. ആദ്യം തന്നെ ഞാൻ മുഹറം 1 ഈ ഒരു കാര്യം ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ ഫലം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. മുഹറം 1 113 വട്ടം ബിസ്മി എഴുതി വെച്ച് നമ്മുടെ ആഗ്രഹങ്ങൾ നിയത്ത് വെച്ചിട്ട് എഴുതിയാൽ നമ്മുടെ ആഗ്രഹം നടക്കും എന്ന് പറയുന്നു. ഉറപ്പായിട്ടും നടക്കും. ഇത് എൻ്റെ അനുഭവമാണ്. കഴിഞ്ഞതിൻ്റെ മുന്നത്തെ വർഷം ഞാൻ മുഹറം 1 ബിസ്മി എഴുതി വെച്ചു 113 വട്ടം. എൻ്റെ ആഗ്രഹം മനസ്സിൽ നിയത്ത് വെച്ച് അള്ളാഹുവിനോട് ദുആ ചെയ്ത് ആരോടും സംസാരിക്കാതെ ബിസ്മി എഴുതി വെച്ചു. എൻ്റെ അതിയായ ആഗ്രഹമായിരുന്നു ഇക്കാൻ്റെ അടുത്ത് ഗൾഫിലോട്ട് പോകണമെന്ന്. ഒരു വട്ടമെങ്കിലും പോകണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അൽഹംദുലില്ലാ. അന്ന് ഞാൻ എഴുതുന്ന സമയത്ത് ഇക്ക നാട്ടിലായിരുന്നു, എൻ്റെ അടുത്തായിരുന്നുള്ളത്. അപ്പോൾ ഞാൻ എഴുതുമ്പോൾ മനസ്സിൽ നിയ്യത്ത് വെച്ചു. അപ്പോൾ പിറ്റേ മുഹറം പിറക്കാൻ മുന്നേ അൽഹംദുലില്ലാ എനിക്ക് ഇക്കാൻ്റെ അടുത്ത് ഗൾഫിലോട്ട് പോകാനുള്ള ഒരു ഭാഗ്യം പടച്ച റബ്ബ് തന്നു. 6 മാസം അവിടെ നിൽക്കുകയും ചെയ്തു. അതിലൂടെ ഒരു കുഞ്ഞും ഉണ്ടായി ഞങ്ങൾക്ക്. അൽഹംദുലില്ലാ. എൻ്റെ ആഗ്രഹം നല്ല രീതിയിൽ തന്നെ നടന്നു. അതുകൊണ്ട് ബിസ്മി നിങ്ങൾക്ക് എന്താഗ്രഹമായിക്കോട്ടെ നിങ്ങൾ നിയത്ത് വെച്ചാൽ ബിസ്മി എഴുതിയാൽ ഉറപ്പായിട്ടും അല്ലാഹു നടത്തി തരും. നിങ്ങൾ ഉറപ്പായിട്ടും വിശ്വാസത്തോടു കൂടി തന്നെ എഴുതിക്കോളി, അതിലൊരു സംശയവുമില്ല. പക്ഷെ ബിസ്മിയെ നമ്മൾ നല്ല രീതിയിൽ ബഹുമാനിക്കണം. നമ്മളൊരു പേപ്പറിൽ ബിസ്മി 113 വട്ടം എഴുതി ആ ഒരു പേപ്പർ നല്ല രീതിയിൽ നല്ല ബഹുമാനത്തോടു കൂടി നമ്മൾ നല്ലൊരു സ്ഥലത്ത് തന്നെ അതിനെ സൂക്ഷിക്കണം. പറ്റുമെങ്കിൽ നമുക്ക് നമ്മുടെ ഹാൻഡ് ബാഗിലോ, സ്ത്രീകളിൽ ഹാൻഡ് ബാഗ് ഉണ്ടാവും, അതിൽ നല്ലൊരു കള്ളിയിൽ അതിനായിട്ട് വെച്ചിട്ട് അത് സൂക്ഷിക്കുന്നതായിരിക്കും നല്ലത്. നമ്മൾ ചുമക്കുമ്പോൾ അത്രയും ഫലം നമ്മുടെ കൂടെ തന്നെ ആ ഒരു ബിസ്മി ഉണ്ടാവും. നമ്മുടെ എല്ലാ ബുദ്ധിമുട്ടുകളും അള്ളാഹു മാറ്റിത്തരും. അപ്പോൾ എല്ലാവരും മറക്കാതെ ബിസ്മി മുഹറം 1 എഴുതുക. അത് എങ്ങനെ എഴുതണം, എങ്ങനെ അതിനുള്ള അദബുകളും അച്ചടക്കങ്ങളും അതിൽ എത്ര അറക്കത്തുണ്ട്, അറഫുകളുണ്ട് എല്ലാം ഞാൻ അടുത്തൊരു വീഡിയോയിൽ പറഞ്ഞു തരാം. അപ്പോൾ എല്ലാവരും അടുത്തൊരു വീഡിയോ കാണുക. അതിൽ അക്ഷരം തെറ്റാതെ 19 അക്ഷരം നമ്മൾ നല്ല രീതിയിൽ എഴുതണം. 2 റക്അത്ത് നിസ്കരിച്ച് അതിൻ്റെതായ നിയത്തൊക്കെ വെച്ച് ഒരു വെള്ള പേപ്പർ എടുത്തിട്ട് എഴുതണം. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയിൽ കാണിച്ചു തരാം. നിങ്ങൾക്ക് നല്ല ഒരു ഫലം കിട്ടുന്ന ഒരു ടിപ്സ് തന്നെയാണ്. ഞാൻ എല്ലാ വർഷവും ഇപ്പോൾ എഴുതാറുണ്ട്. എനിക്ക് അത്രക്ക് വിശ്വാസമുള്ള ഒരു ടിപ്സാണിത്. ഇത് പണ്ടേ മഹാന്മാരൊക്കെ പറഞ്ഞു തന്ന ഒരു ടിപ്സാണ്. അപ്പോൾ ബിസ്മി നമുക്ക് കഴിയുന്നത് നമ്മൾ ദിവസവും ബിസ്മിയെ പാരായണം ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇതുപോലെ ബിസ്മി എഴുതി വെച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ജീവിതത്തിൽ സാധിപ്പിച്ച് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. ഒരു സന്തോഷം അല്ലേ നമുക്ക് പരസ്പരം അങ്ങോട്ട് പങ്കുവയ്ക്കുമ്പോൾ. അപ്പോൾ എല്ലാവരും കമൻറ്റിൽ അറിയിക്കുക ബിസ്മി എഴുതിയിട്ട് ആഗ്രഹങ്ങൾ നടന്നു കിട്ടിയത്. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.